ഹായ് എവരിബഡി, ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റെഫ്രിജറേഷൻ സിസ്റ്റത്തെക്കുറിച്ചാണ്. റെഫ്രിജറേഷൻ സിസ്റ്റത്തിലെ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തെക്കുറിച്ചാണ് ഞാനിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ റെഫ്രിജറേഷൻ സിസ്റ്റം എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഡിസ്കഷൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒരു ബേസിക് വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൻ്റെ അതിൻ്റെ ഒരു ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട്. അത് നോക്കി ഒരു വെള്ള പേപ്പറിലേക്ക് എല്ലാവരും ഒന്ന് വരച്ച് റെഡിയായിട്ട് ഇരിക്കണം. എന്നിട്ട് വേണം നമുക്ക് ക്ലാസ് തുടങ്ങാൻ. അപ്പം എല്ലാവരും ബേസിക് പേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സൈക്കിളിൻ്റെ ഫിഗർ ഒരു വെള്ള പേപ്പറിലേക്ക് എടുത്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത് വെച്ച് നമുക്ക് ഇതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഫിഗറിൻ്റെ അകത്ത് നോക്കി അറിയാം, കംപ്രസർ എന്ന് പറഞ്ഞൊരു വട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ കണ്ടൻസർ കോയിൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, എക്സ്പാൻഷൻ വാൽവ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഇവാപ്പറേറ്റർ കോയിൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതാണ് നമ്മളൊരു ബേസിക് ആയിട്ടുള്ള റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ഫിഗറാണ് തന്നിരിക്കുന്നത്. അപ്പം അതൊക്കെ അവിടെ നിന്നോട്ടെ. നമുക്കിപ്പം റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇപ്പം റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വസ്തുവിനെ ഒരു പർട്ടിക്കുലർ ലോ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് റെഫ്രിജറേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം റെഫ്രിജറേഷൻ തന്നെയാണെങ്കിൽ നമുക്ക് ബേസിക്കായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് രണ്ട് തരത്തിലാണ്, സൈക്ലിക് ടൈപ്പും നോൺ സൈക്ലിക് ടൈപ്പും. അപ്പം പണ്ട് തൊട്ടേ നമ്മൾ റെഫ്രിജറേഷൻ സിസ്റ്റം ഈ നോൺ സൈക്ലിക് ടൈപ്പിലാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം മെഷീനറീസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് സൈക്ലിക് ടൈപ്പ് റെഫ്രിജറേഷൻ സിസ്റ്റം നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പം പണ്ട് തൊട്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ പൊതുവായിട്ട് എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരുന്ന പറഞ്ഞാണ് നമ്മുടെ നോൺ സൈക്ലിക് ടൈപ്പായിട്ടുള്ള റെഫ്രിജറേഷൻ സിസ്റ്റം. അപ്പം നോൺ സൈക്ലിക് ആയിട്ടുള്ള റെഫ്രിജറേഷൻ സിസ്റ്റം നിങ്ങൾ എവിടെ കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചന്തയിലൊക്കെ ഇപ്പം നമ്മുടെ എവിടെയെങ്കിലും മാർക്കറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ മീൻ മേടിക്കാനൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ കണ്ടിട്ട് കാണും, ഒരു അലുമിനിയം കൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ട്രേക്കകത്ത് നമുക്കൊക്കെ കാണാവുന്ന പോലെ മീൻ ഡിസ്പ്ലേ ചെയ്ത് വെക്കും. ഈ മീനിൻ്റെ ഇടയ്ക്ക് എല്ലാം ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് കാണും അല്ലേ? ഐസ് ക്യൂബ്സ് ഇങ്ങനെ പൊടിച്ചിട്ടിട്ട് കാണും. അപ്പോൾ ഈ ഐസ് ക്യൂബ്സ് ഇങ്ങനെ പൊടിച്ചിടാനായിട്ടുള്ള കാരണം എന്താ? ഐസ് ക്യൂബ്സ് ഇങ്ങനെ പൊടിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 0 ഡിഗ്രി സെൽഷ്യസോ അതിൽ താഴെയുള്ള ഐസ് ക്യൂബ്സ് ഈ ഒരു മീനിൻ്റെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് കഴിയുമ്പോഴത്തേക്കും മീനിലുള്ള ടെമ്പറേച്ചറിനെ ഈ ഒരു ഐസ് ക്യൂബ്സ് വലിച്ചെടുക്കും. ശരിക്കും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈ ടെമ്പറേച്ചറിലുള്ള എന്തെങ്കിലും ഈ ഒരു എയറോ എന്തെങ്കിലും ആണെങ്കിൽ അത് നേരെ കോൾഡ് ആയിട്ടുള്ളൊരു ടെമ്പറേച്ചർ കുറഞ്ഞ ഭാഗത്തേക്ക് നമ്മുടെ ടെമ്പറേച്ചർ മൂവ് ചെയ്യും. അപ്പം നമ്മൾ ഐസിൻ്റെ നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ളൊരു മീനിൻ്റെ മുകളിലേക്ക് കുറേ ഐസ് ക്യൂബ് കൊണ്ടുവന്ന് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അവിടെ സംഭവിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ ആ മീനിൻ്റെ ഒരു ടെമ്പറേച്ചർ ഒരു 20 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു എന്ന് വിചാരിക്കുക. അപ്പം അവിടെ ഐസ് ക്യൂബ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ 20 ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ എങ്ങോട്ട് സഞ്ചരിക്കും? ഈ ഐസ് ക്യൂബിലേക്ക് സഞ്ചരിക്കും. അപ്പം നമ്മുടെ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? 20 ഡിഗ്രി സെൽഷ്യസ് ഉള്ള മീന് 18 ഡിഗ്രി സെൽഷ്യസ് ആവും, 14 ഡിഗ്രി സെൽഷ്യസ് ആവും, 12 ഡിഗ്രി സെൽഷ്യസ് ആവും. എന്തോരം ടെമ്പറേച്ചർ ഇതിലേക്ക് പോകുന്നു അതനുസരിച്ച് തന്നെ എത്ര ടെമ്പറേച്ചർ ഈ മീനിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നു അതനുസരിച്ച് മീനിൻ്റെ ടെമ്പറേച്ചർ താന്നു വരും. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ റെഫ്രിജറേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു ബോഡിയിൽ നിന്ന് അടുത്തതിലേക്ക് അതിൻ്റെ ടെമ്പറേച്ചറിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതായത് ഹോട്ടർ പാർട്ടിൽ നിന്ന് കോൾഡർ പാർട്ടിലേക്ക് ടെമ്പറേച്ചറിനെ അബ്സോർബ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ഹോട്ടർ പാർട്ടിൽ നിന്ന് കോൾഡർ പാർട്ടിലേക്ക് അത് മൂവ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് റെഫ്രിജറേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ മീനിൻ്റെ അകത്ത് ഇടുന്ന ഐസിനൊക്കെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്യുന്നതനുസരിച്ച് എന്ത് പറ്റും? ഐസ് നേരെ മെൽറ്റ് ചെയ്ത് വെള്ളമായി മാറും. ഓക്കെ, പിന്നെ അവിടെ ഒരു അബ്സോർപ്ഷൻ നടക്കുമോ? ഇല്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? നമ്മൾ വീണ്ടും ഐസ് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് ഈ വെള്ളമായി പോകുന്ന നമ്മുടെ ഈ ഐസ് ക്യൂബ് വെള്ളമായി പോകുന്നത് പിന്നെ ഐസായിട്ട് ചേഞ്ച് ചെയ്യുമായിരുന്നെങ്കിൽ നമ്മൾക്കതിനെ സൈക്ലിക് പ്രോസസ്സ് എന്ന് പറയാമായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് സൈക്ലിക് പ്രോസസ്സ് എന്ന് പറയാൻ പറ്റിയല്ല. സൈക്ലിക് പ്രോസസ്സിന് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ തന്നെ കൊണ്ടുപോയി എവിടെ നിന്നെങ്കിലും ഐസ് ഉണ്ടാക്കി കൊണ്ടുവന്ന് വീണ്ടും ഇട്ട് കൊടുക്കണം. അതുകൊണ്ടാണ് അത് നോൺ സൈക്ലിക് റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ പെടും. ഓക്കെ, നമ്മൾ ഐസ് ക്യൂബൊക്കെ ഇടുന്നത്. അപ്പോൾ ഈ ഐസ് ക്യൂബൊക്കെ ഇടുന്ന പോലെ തന്നെ നമ്മൾ ഹോട്ടൽ ഇൻഡസ്ട്രിയിലൊക്കെ ചെയ്യുന്ന വേറൊരു പരിപാടിയുണ്ട്, ഡ്രൈ ഐസ് യൂസ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഡ്രൈ ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ലിക്വിഡ് ഫോമിലേക്ക് ആക്കി അതിനെ ഐസ് ക്യൂബാക്കി മാറ്റുന്നതാണ് ഡ്രൈ ഐസ്. അപ്പോൾ അതിനുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് -78.5 ഡിഗ്രി സെൽഷ്യസോളം അതിൻ്റെ ടെമ്പറേച്ചർ ലോ ആയിരിക്കും.
ഓക്കെ. അപ്പോൾ അത് നമ്മൾ ഫുഡ് ഐറ്റംസിലൊക്കെ ഇട്ട് കഴിയുമ്പം ഇപ്പോൾ നിങ്ങളിപ്പോൾ ഐസ് ക്യൂബ് കൊണ്ട് നിങ്ങളുടെ ഏതെങ്കിലും പുഡിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെന്ന് കൂട്ടുക. അതിലേക്ക് കൊണ്ടുവന്ന് ഐസ് ക്യൂബ് ഇട്ട് എന്ത് പറ്റും, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഐസ് ക്യൂബ് ഉരുകിയിട്ട് വെള്ളമെല്ലാം അതിനുള്ളിലേക്കാവും. പിന്നെ ആ സാധനം പിന്നെ ഒന്നിനും ഉപയോഗിക്കാൻ കൊള്ളാത്ത അവസ്ഥയായി പോകും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡ്രൈ ഐസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രൈ ഐസ് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് നേരെ വേപ്പറായിട്ട് പോകുകയുള്ളൂ. ഓക്കെ, വേപ്പറായി പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഈ ഫുഡ് ഐറ്റം കണ്ടാമിനേറ്റായി പോവോ? ഇല്ല അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഈ നമ്മുടെ ഡ്രൈ ഐസ് യൂസ് ചെയ്യുന്നത്. അപ്പം ഡ്രൈ ഐസും ഒക്കെ എന്താ പറ്റുന്നത്, ഇത് വേപ്പറായി പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ തന്നെത്താനെ അത് ഐസായി വീണ്ടും തിരിച്ച് ഇവിടെ വന്ന് തിരിച്ചു വരുമോ? ഒരിക്കലും ഇല്ലല്ലേ. നമ്മളപ്പോൾ വേറെ എക്സ്റ്റേണലായിട്ട് വീണ്ടും കുറേ ഡ്രൈ ഐസോ അല്ലെങ്കിൽ സാധാരണ ഐസോ കൊണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊന്നും സൈക്ലിക് ആയിട്ടുള്ള പ്രോസസ്സല്ല. അപ്പോൾ ഇങ്ങനത്തെ അതായത് നമ്മുടെ ഡ്രൈ ഐസും അതുപോലെ സാധാരണ ഐസ് ക്യൂബ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് നോൺ സൈക്ലിക് ആയിട്ടുള്ള റെഫ്രിജറേഷൻ സിസ്റ്റം. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ സൈക്ലിക് ആയിട്ടുള്ളൊരു റെഫ്രിജറേഷൻ സിസ്റ്റം ഉണ്ട്. അതാണ് നമ്മൾ സാധാരണ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഫ്രിഡ്ജ്, ഫ്രീസർ, അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ ഒരു മെഷീനറീസാണ്. അപ്പോൾ ഈ മെഷീനറീസിലെല്ലാം ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. അതാണ് സൈക്ലിക് ടൈപ്പ് റെഫ്രിജറേഷൻ സിസ്റ്റം. ഓക്കെ. അപ്പോൾ സൈക്ലിക് ടൈപ്പ് റെഫ്രിജറേഷൻ സിസ്റ്റംസ് ആണെങ്കിൽ 2 തരമുണ്ട്. അപ്പം നിങ്ങൾ ആ നോട്ട് ഒന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. സൈക്ലിക് ടൈപ്പ് ആയിട്ടുള്ള 2 തരം പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? വേപ്പർ അബ്സോർപ്ഷൻ ടൈപ്പും വേപ്പർ കംപ്രഷൻ ടൈപ്പും. അപ്പം വേപ്പർ അബ്സോർപ്ഷൻ ടൈപ്പിൽ തന്നെ അതിൻ്റെ അകത്ത് ഒന്നും കൂടെ പറയുവാണെങ്കിൽ നമുക്കിപ്പം പഠിക്കാനായിട്ട് അതിലൊരു സിസ്റ്റം മാത്രം നമ്മൾ പഠിച്ചാൽ മതി. വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൻ്റെ മറ്റൊരു പേരാണ് ഇലക്ട്രിക് റെഫ്രിജറേറ്റർ. അതാണ് നമ്മൾ സാധാരണ വീടുകളിൽ യൂസ് ചെയ്യുന്ന ഫ്രിഡ്ജ്. അപ്പം അതാണ് ഇലക്ട്രിക് ടൈപ്പ് റെഫ്രിജറേറ്റർ. നമുക്കത് മാത്രം പഠിച്ചാൽ മതി. ഇത് അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം നമുക്ക് മറ്റൊരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാം. അപ്പം തൽക്കാലം നിങ്ങൾ അതിനെക്കുറിച്ച് ബോധേഡാകണ്ട, അതവിടെ നിന്നോട്ടെ. വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം പർട്ടിക്കുലർ കേസസിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതവിടെ നിന്നോട്ടെ. നമുക്കിപ്പോൾ പഠിക്കാനുള്ളത് വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇലക്ട്രിക് റെഫ്രിജറേറ്ററിനെ കുറിച്ചാണ് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇലക്ട്രിക് റെഫ്രിജറേറ്ററിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇലക്ട്രിക് റെഫ്രിജറേറ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് മുമ്പേ മറ്റൊരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുക. അപ്പം നിങ്ങൾ വീടുകളിലൊക്കെ ഗ്യാസ്, നമ്മുടെ സോഡാ മേക്കറിൻ്റെ ഗ്യാസ് കുറ്റി, മിസ്റ്റർ പെഡ്ലേഴ്സിൻ്റെയൊക്കെയാണ് പുറകുവശത്ത് വരുന്നൊരു ഗ്യാസ് കുറ്റി, ചെറിയൊരു കുറ്റി അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ LPG സിലിണ്ടർ, അതുപോലെ തന്നെ മറ്റൊന്ന് പറയുവാണെങ്കിൽ നമ്മുടെ ഫയർ എക്സ്റ്റിങ്ക്യൂഷറിൻ്റെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ നമ്മൾ ലിഫ്റ്റിലും അതുപോലെ ചില വണ്ടികളിലൊക്കെ വെച്ചിട്ട് കാണുന്നത് ചെറിയൊരു കുറ്റി കണ്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഉണ്ടാവും. ഒന്നും അല്ലെങ്കിലും നിങ്ങൾ വീടുകളിലെ സ്പ്രേയാണ്, നിങ്ങൾ സെൻറ്റ്, അത് ഡിയോഡ്രൻ്റ് ഒക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ ഇതിനൊക്കെയുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു ഗ്യാസിനെ കംപ്രസ് ചെയ്ത് ലിക്വിഡ് ഫോമിൽ ഈ പറഞ്ഞ സിലിണ്ടറിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെക്കുക ചെയ്യുന്നത്. അപ്പം എന്താ, ഗ്യാസിനെ കംപ്രസ് ചെയ്താൽ ഇത് ലിക്വിഡാവും അല്ലേ. ലിക്വിഡായി കഴിഞ്ഞ് നമുക്കതിനെ ഒരു സിലിണ്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. നമ്മുടെ LPGയുടെ പേര് തന്നെ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്ന്, അതിനെ ലിക്വിഡാക്കി മാറ്റിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഫയർ എക്സ്റ്റിങ്ക്വിഷറിലാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ ലിക്വിഡായിട്ട് ചേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക. അത് ലിക്വിഡായിട്ട് ചേഞ്ച് ചെയ്യുന്ന വേറെ ഒന്നുമില്ല, കംപ്രസ് ചെയ്യുമ്പോൾ അത് ലിക്വിഡ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പെട്ടെന്ന് തുറന്നു വിട്ടാൽ ഈ ഒരു സിലിണ്ടറിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഗ്യാസിനെ പെട്ടെന്ന്, ഇപ്പം ഗ്യാസല്ല സിലിണ്ടറിൽ കംപ്രസ് ചെയ്ത് വെച്ചിരുമ്പോൾ ലിക്വിഡ് ഫോമിലാണ്, അതിനെ പെട്ടെന്ന് തന്നെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ അത് ഗ്യാസ് ഫോമിലേക്ക് കൺവേർട്ട് ആവും. എല്ലാവർക്കും അറിയാവുന്ന കേസ് തന്നെ, ഒന്നും വേണ്ട. നമ്മുടെ ഈ ഡിയോഡ്രൻ്റ് തുറന്നു വിടുമ്പോഴാണേലും ഡിയോഡ്രൻ്റ് നോസിലൊക്കെ പെട്ടെന്ന് അങ്ങ് തുറന്നു വിട്ട് നോക്കണം. തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം ഗ്യാസ് ഫോമിലേക്കാണ് വരുന്നത്. ഈ പെട്ടെന്ന് തുറന്നു വിടുമ്പം, പെട്ടെന്ന് ഞാനൊരു വാക്ക് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈ എമൗണ്ട് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്യാസിനെ പെട്ടെന്ന് തന്നെ തുറന്നു വിടുമ്പോൾ അത് കുറേ അങ്ങ് പുറത്തേക്ക് പോകുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഈ വേപ്പർ ഫോമിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് ഗ്യാസ് ഫോമിലാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഈ ഗ്യാസ് ഫോമിലേക്ക് എങ്ങനെ ഇത് പോകുന്നത്? ഇപ്പം നമ്മുടെ കയ്യിലുള്ളൊരു നമ്മുടെ പച്ചവെള്ളം നമ്മൾ ഗ്യാസ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്യുക, അല്ലെ വേപ്പർ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു വെസലിൻ്റെ അകത്ത് എടുത്തിട്ട് അവിടെ എന്തെങ്കിലും ഒരു ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പം, അടുപ്പിൽ വെച്ച് ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് ഇത് വേപ്പർ ഫോമിലേക്ക് കൺവേർട്ട് ആകുന്നത്. അപ്പോൾ എന്താ, അവിടെ വേപ്പർ ഫോമിലേക്ക് കൺവേർട്ട് ആകണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് വേണം? ഒരു ഹീറ്റ് വേണം. അപ്പം ഈ ഒരു ഹൈ പ്രഷറിൽ ഇരിക്കുന്ന ഈ ലിക്വിഡ് ഫോം വേപ്പർ ഫോമിലേക്ക് അല്ലെ ഗ്യാസ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? ഹീറ്റ് പ്രൊവൈഡഡ് ആയിരിക്കണം. അപ്പം നമ്മൾ ഈ സാധാരണ ഈ ഒരു ഇവിടെ നിന്നെല്ലാം
നമ്മൾ ഗ്യാസ് കുറ്റിയൊക്കെ തുറന്നു വിട്ടൊക്കെ കഴിയുമ്പോഴത്തേക്കും അവിടെ വേപ്പർ ഫോമിലേക്ക് പോകണമെങ്കിൽ അത് ചുറ്റുവട്ടത്തുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പിക്കാനായിട്ടുള്ള കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ നമ്മുടെ ഫയർ എക്സ്റ്റിങ്ക്വിഷറിൻ്റെ കാർബൺ ഡയോക്സൈഡ് ടൈപ്പൊക്കെ പെട്ടെന്ന് തുറന്നു വിട്ടിട്ടുള്ളവർക്കറിയാം. തുറന്നു വിട്ട് കഴിയുമ്പോഴത്തേക്ക് ആ നോസിൽ കൈ പിടിക്കുന്ന, അതായത് പുറത്തേക്ക് പോകുന്ന ഭാഗം നല്ല രീതിയിൽ തണുത്ത് വരും. പിന്നെയാണെങ്കിലും നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കണം. പെട്ടെന്ന് തന്നെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ അവിടെ തണുത്ത് വരും. അതുപോലെ തന്നെ നിങ്ങൾ സെൻറ്റ് കുറേ നേരത്തേക്ക് ഞെക്കി അങ്ങ് പിടിക്കുവാണെങ്കിൽ ആ പോകുന്ന ഭാഗം തണുക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ ഗ്യാസ് കുറ്റി വീടിൻ്റെ ഉള്ളിലൊന്നും വെച്ച് തുറന്നു വിട്ടേക്കരുത്. വാൽവ്, സേഫ്റ്റി വാൽവിൻ്റെ താഴെ വരുന്ന ഭാഗം, അവിടുത്തെ നോസിൽ എന്തെങ്കിലും വെച്ച് കുത്തി തുറന്നു വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോകുന്ന ഭാഗം ഭയങ്കരമായിട്ട് തണുക്കും. അപ്പോൾ അവിടെ എല്ലാം സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് പുറത്തേക്ക് പോകുമ്പം ഈ വേപ്പർ ഫോമിലേക്ക് ആകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് പോകുന്നതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ചൂടിനെ മുഴുവൻ ഇത് അബ്സോർബ് ചെയ്യും. ടെമ്പറേച്ചറിനെ അബ്സോർബ് ചെയ്തിട്ടാണ് ഇത് വേപ്പർ ഫോമിലേക്ക് ആകുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഈ തുറന്നു വിടുന്ന നേരെ അറ്റ്മോസ്ഫിയറിലേക്ക് ചുമ്മാ തുറന്നു വിടാതെ ഒരു കോപ്പർ പൈപ്പിൻ്റെ ഉള്ളിലൂടെ തുറന്നു വിട്ടെന്ന് വിചാരിക്കുക. കോപ്പർ പൈപ്പിൻ്റെ ഉള്ളിലൂടെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഈ കോപ്പർ പൈപ്പും നല്ല രീതിയിൽ തണുക്കും, ഭയങ്കരമായിട്ട് തണുത്തു പോകും. ഓക്കെ, ഈ കോപ്പർ പൈപ്പും ഭയങ്കരമായിട്ട് തണുത്തു പോകും. ഈ തണുപ്പിനെ ബേസ് ചെയ്താണ് നമ്മുടെ ഈ റെഫ്രിജറേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതായത് ഹൈ പ്രഷറിൽ നിൽക്കുന്ന ഒരു ലിക്വിഡിനെ അല്ലെങ്കിൽ ഗ്യാസിനെ ഹൈ പ്രഷറിൽ ലിക്വിഡ് ഫോമിലാക്കിയിട്ട് അതിനെ തുറന്നു വിട്ട് കഴിയുമ്പം ഇത് വേപ്പർ ഫോമിലേക്ക് ആവും. ഈ വേപ്പർ ഫോമിലേക്ക് ആകുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഇത് ചുറ്റുവട്ടത്തുള്ള ടെമ്പറേച്ചറിനെ അബ്സോർബ് ചെയ്യും. ഈ അബ്സോർബ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് എന്ത് പറ്റും, സറൗണ്ടിങ് മുഴുവൻ ടെമ്പറേച്ചർ ലോ ആയിട്ട് വരും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കോപ്പർ പൈപ്പിലൂടെ തുറന്നു വിടുന്നെങ്കിൽ ആ കോപ്പർ പൈപ്പ് നല്ല രീതിയിൽ തണുക്കും. ഇതിനെ ബേസ് ചെയ്താണ് നമ്മുടെ ഈ ഡിസ്കഷൻസ് മുന്നോട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ ആ ഫിഗർ ഒന്ന് നോക്കിക്കേ. ആ ഫിഗറിൻ്റെ അകത്ത് കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ട്. കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ വാൽവ്, ഇവാപ്പറേറ്റർ കോയിൽ. ഓക്കെ, അപ്പം കംപ്രസറുണ്ട്, കണ്ടൻസർ കോയിലുണ്ട്, എക്സ്പാൻഷൻ വാൽവ് അല്ലെങ്കിൽ ടോട്ടലിംഗ് വാൽവ് ഉണ്ട്, അതേപോലെ തന്നെ ഇവാപ്പറേറ്റർ കോയിലും തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം നോക്കിയാൽ അറിയാം, കംപ്രസറിൽ നിന്ന് ഒരു ആരോ മാർക്ക് വഴി നേരെ കണ്ടൻസർ കോയിൽ കൊടുത്തിരിക്കുന്നു, അവിടുന്ന് ഒരു ആരോ മാർക്ക് വഴി എക്സ്പാൻഷൻ വാൽവ് കൊടുത്തിരിക്കുന്നു, അവിടുന്ന് ആരോ മാർക്ക് വഴി നമ്മുടെ ഇവാപ്പറേറ്റർ കോയിൽ, അവിടുന്ന് കംപ്രസർ. ഈ ലൈൻ കൊടുത്തിരിക്കുന്നത് വയർ കണക്ഷനോ അങ്ങനെയുള്ള ഒന്നുമല്ല. കംപ്രസറിൽ നിന്ന് കണ്ടൻസർ കോയിലിലേക്ക് കൊടുത്തിരിക്കുന്ന ഒരു കോപ്പർ പൈപ്പാണ്, ഡയമീറ്റർ കുറഞ്ഞ ഒരു കോപ്പർ പൈപ്പാണ് ഇത്. അവിടെ നിന്നൊരു പൈപ്പ് വഴി എക്സ്പാൻഷൻ വാൽവ്, അവിടെ നിന്നൊരു പൈപ്പ് വഴി നമ്മുടെ ഇവാപ്പറേറ്റർ കോയിൽ, അവിടെ നിന്നൊരു പൈപ്പ് വഴി വീണ്ടും കംപ്രസർ. അതൊരു പൈപ്പാണ്. അപ്പോൾ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ സഞ്ചരിക്കുന്ന സാധനമാണ് ഈ റെഫ്രിജറൻ്റ് എന്ന് പറയുന്ന ഗ്യാസ്. ഈ റെഫ്രിജറൻ്റ് എന്ന് പറയുന്ന ഗ്യാസാണ് നമുക്ക് ഹീറ്റിനെ അബ്സോർബ് ചെയ്യാനും അതുപോലെ തന്നെ ഹീറ്റിനെ പുറത്തു കൊണ്ടുപോയി കളയാനും എല്ലാം സഹായിക്കുന്ന സാധനം. അപ്പോൾ റെഫ്രിജറൻ്റ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ഫ്രിഡ്ജ്. ഇപ്പം നമുക്ക് ഇതിനെ ഒരു ഫ്രിഡ്ജായിട്ട് കണക്കാക്കാം. ഈ പടത്തിനെ നമുക്ക് ഫ്രിഡ്ജായിട്ട് നമുക്ക് കണക്കാക്കാം. ഫ്രിഡ്ജായിട്ട് കണക്കാക്കുന്നതിനിപ്പുറം നമുക്ക് ഇതിൻ്റെ അകത്ത് ഓരോ പാർട്സും ഫ്രിഡ്ജിലെ ഓരോ പാർട്സുമായിട്ട് കമ്പയർ ചെയ്യാം. ഇതിൻ്റെ അത് കംപ്രസർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. കംപ്രസർ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഭാഗം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പുറകുവശത്തെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് നല്ല ഒരു കുറ്റി പോലെ, ഒരു ചെറിയ കുറ്റി പോലെ നല്ല വെയിറ്റുള്ള സാധനം ഈ ബ്ലാക്ക് നിറത്തിൽ ഫ്രിഡ്ജിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് നല്ല ചൂടൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു സാധനമുണ്ട്. അതാണ് കംപ്രസറും അതുപോലെ തന്നെ ഗ്യാസ് ചേമ്പറും എല്ലാം കൂടെ വരുന്നൊരു ഭാഗമാണ്. ഗ്യാസ് ചേമ്പർ നമ്മൾ ഈ ഫിഗറിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇപ്പം ഗ്യാസ് ചേമ്പറും കംപ്രസറും എല്ലാം കൂടെ വരുന്ന ഭാഗമാണ് ഈ ഫ്രിഡ്ജിൻ്റെ പുറകിലെ നല്ല കുറ്റി പോലെ ഒരു വെയിറ്റുള്ള നല്ല കട്ടിയുള്ള ഒരു സാധനം ഫ്രിഡ്ജിൻ്റെ പുറകിലിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലൊരു വല പോലെ ഇരിക്കുന്ന ഒരു സാധനമുണ്ട് ഫ്രിഡ്ജിൻ്റെ പുറകിൽ, അല്ലേ? ആ വല പോലെ ഇരിക്കുന്ന ഭാഗമാണ് ഏത്? കണ്ടൻസർ കോയിൽ. ഓക്കെ, അവിടെ ആ പടത്തിൽ നോക്കിയാൽ ഹീറ്റ് ഔട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളങ്ങ് മനസ്സിലാക്കുക, ഈ കണ്ടൻസർ കോയിലിലൂടെയാണ് ഹീറ്റ് പുറത്തേക്ക് പോകുന്നതെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അതും ആ ഒരു വളഞ്ഞ് കയറി പോകുന്നത് പൈപ്പാണ്, കോപ്പർ പൈപ്പാണ്. ഓക്കെ, ആ കോപ്പർ പൈപ്പൊക്കെയാണ് നേരെയുള്ള ചെറിയ കമ്പികൾ കൊടുത്ത് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് ഹീറ്റിനെ പുറത്തേക്ക് അറ്റ്മോസ്ഫിയറിക് എയറിലേക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു മാർഗ്ഗമാണ്. അത് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞ് വരുന്നൊരു ഭാഗമാണ് എക്സ്പാൻഷൻ വാൽവിനെ കുറിച്ച് കൂടുതൽ പറയാം. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഇവാപ്പറേറ്റർ കോയിൽ. ഇവാപ്പറേറ്റർ കോയിലിൽ ആരോ മാർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഹീറ്റിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഹീറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിനെ വലിച്ചെടുക്കുക.
ഹീറ്റിനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഭാഗം എന്താവും? തണുപ്പാവും അല്ലേ? അപ്പോൾ അത് സ്വാഭാവികമായി ഫ്രിഡ്ജിൻ്റെ ഉൾവശമായിരിക്കണം. അതായത് നമ്മുടെ ഫ്രീസറും വെജിറ്റബിൾ ട്രേയും അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് വെക്കുന്ന ഭാഗം എല്ലാം കൂടെ വരുന്നതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഇവാപ്പറേറ്റർ കോയിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു ഭാഗമുണ്ട്. ഇവാപ്പറേറ്റർ കോയിൽ ഇരിക്കുന്നൊരു ഭാഗം ഫ്രീസറിൻ്റെ പുറത്തോക്കടെ നോക്കിയാൽ, ഫ്രീസറേക്കടെ നോക്കിക്കഴിഞ്ഞാൽ ഞരമ്പ് പോലെ ഒരു സാധനം ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ഫ്രീസറെ ഇരിക്കുന്ന കാണാം. അത് വേറൊന്നുമല്ല, ഈ എക്സ്പാൻഷൻ വാൽവ് കഴിഞ്ഞിട്ട് വരുന്ന ഇവാപ്പറേറ്റർ കോയിലാണ്. അതിൻ്റെ ആദ്യത്തെ ഭാഗമാണ് ഫ്രീസറെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആ കോയിൽ പിന്നെ നമ്മുടെ വെജിറ്റബിൾസും ഫുഡ് ഐറ്റംസൊക്കെ വെക്കുന്ന ഭാഗത്തേക്ക് വരുന്നുണ്ട്. അത് കൺസീൽഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കില്ല. നേരിട്ട് കാണാൻ പറ്റുന്ന ഭാഗം നമ്മുടെ ഫ്രീസറിലുണ്ട്. ഈ നമ്മുടെ ഐസൊക്കെ പിടിക്കുന്ന അവിടുത്തെ ഇങ്ങനെ ഞരമ്പ് പോലെ ഇരിക്കുന്ന സാധനം, അത് ഫ്രീസറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള സപ്പോർട്ടിങ് ഐറ്റം അല്ല, അത് ഈ പറഞ്ഞ ഇവാപ്പറേറ്റർ കോയിലാണ്. അതൊരു പൈപ്പാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയാറ് കത്തിയൊന്നും വെച്ച് ഐസ് കുത്തിക്കളയരുത് എന്ന് പറയുന്നത്. കത്തിയൊക്കെ വെച്ച് കുത്തിക്കളയുമ്പോഴത്തേക്ക് ഈ പൈപ്പിന് തുള വീണ് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ നമ്മൾ നിറച്ചിരിക്കുന്ന റെഫ്രിജറൻ്റ് എന്ന് പറയുന്ന ഗ്യാസ് പുറത്തേക്ക് പോകും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന ഈ ഒരു ഈ ഫിഗറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിയുമ്പോഴുള്ളത്. അപ്പോൾ ഇവാപ്പറേറ്റർ കോയിലുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ പൈപ്പ് എങ്ങോട്ടാണ് വരുന്നത്? കംപ്രസറിലേക്ക് തന്നെ തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ ഈ റെഫ്രിജറൻറ്റിൻ്റെ കേസ് പറഞ്ഞു. റെഫ്രിജറൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വിടാനായിട്ടുള്ളൊരു ഗ്യാസാണ്. ഈ ഗ്യാസിൻ്റെ ഒരു പ്രത്യേകത, ഒരു ലോ ടെമ്പറേച്ചറിൽ തന്നെ ഇത് എന്താവും? നേരെ നമ്മുടെ ഇവാപ്പറേറ്റ് ചെയ്യും. അതായത് ലിക്വിഡ് ഫോമിൽ നിന്ന് അതിനെ കംപ്രസ് ചെയ്ത് വെച്ചിട്ട് തുറന്നു വിടുവാണ്. അത് പെട്ടെന്ന് തന്നെ ലോ ടെമ്പറേച്ചറിൽ തന്നെ ഇവാപ്പറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, അതതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അത് സാധാരണ പലതരത്തിലുള്ള ഗ്യാസസ് യൂസ് ചെയ്യുന്നുണ്ട്. ഫ്ലൂറോ കാർബൺസ് ഉണ്ട്, അല്ലെങ്കിൽ അമോണിയ യൂസ് ചെയ്യാറുണ്ട്, സൾഫർ ഡയോക്സൈഡ് ബേസ് ചെയ്തിട്ടുള്ള യൂസ് ചെയ്യാറുണ്ട്. അപ്പം പിന്നെ ഈ പരിസ്ഥിതി മലിനീകരണമായിട്ടൊക്കെ അതിന് കുറേയേറെ ബന്ധമുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പലതരത്തിലുള്ളത് നമുക്കിപ്പോൾ യൂസ് ചെയ്യാനായിട്ട് അനുവാദമില്ല. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പല സാധനങ്ങളും ഇപ്പോൾ യൂസ് ചെയ്തില്ല. അതെന്ന് വെച്ചാൽ ഓസോൺ ലെയറിനെയൊക്കെ ഡാമേജ് ചെയ്യും. അതുകൊണ്ടാണ്. അപ്പം പലതരത്തിലുള്ള റെഫ്രിജറൻസ് ഉണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമുക്കിപ്പം ബേസിക് ആയിട്ടുള്ള റെഫ്രിജറൻ്റ് വർക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പം ബേസിക് ആയിട്ടുള്ള റെഫ്രിജറൻ്റ് വർക്കിങ്ങിലേക്ക് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ കംപ്രസറോട്ട് വേണം തുടങ്ങാനായിട്ട്. അപ്പം നമ്മൾ ഈ റെഫ്രിജറൻ്റ് കേസ് പറഞ്ഞു, ഒരു ഗ്യാസാന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗ്യാസിനെ നമ്മൾ കംപ്രസറിൻ്റെ ഉള്ളിലേക്ക് കംപ്രസ് ചെയ്ത് നിറയ്ക്കാൻ പോവാം. അപ്പോൾ കംപ്രസറിൻ്റെ പ്രത്യേകത എന്താ? കംപ്രസർ എന്ന് പറഞ്ഞാൽ എന്തിനേലും കംപ്രസ് ചെയ്യുക, ഞെക്കി കൂട്ടി എല്ലാത്തിനും കംപ്രസ് ചെയ്യുന്നതിനും കംപ്രസർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഗ്യാസ് ചാമ്പർ ഒരു നമ്മുടെ ഈ ഫ്രിഡ്ജിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ റെഫ്രിജറൻ്റ് ഗ്യാസ് നിറച്ച് വെക്കും. അതിനെ ഹൈ പ്രഷറിൽ കംപ്രസ് ചെയ്ത് കംപ്രസറിൻ്റെ ഉള്ളിൽ നിറയ്ക്കും. ഓക്കെ, ഹൈ പ്രഷറിൽ നമ്മളിതിനെ നിറയ്ക്കും. ഹൈ പ്രഷറിൽ നിറയ്ക്കുമ്പോൾ എന്താ? ഏത് ഗ്യാസിനെ ഹൈ പ്രഷറിൽ നിറച്ച് കഴിഞ്ഞാൽ അത് ലിക്വിഡ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്യും. ഹൈ പ്രഷറിൽ ഏത് ഗ്യാസിനെ നിറച്ച് കഴിഞ്ഞാലും അത് ലിക്വിഡ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്യും. ഇവിടെ ഇപ്പോൾ ഈ നമ്മൾ കംപ്രസറിൻ്റെ അകത്ത് വെച്ച് ഹൈ പ്രഷറിൽ നിറച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ലിക്വിഡ് ഫോമിലുള്ള ഒരു ഫോമിലേക്ക് പോകാതെ ഹൈ പ്രഷറുള്ള ഗ്യാസായിട്ട് നിൽക്കും. അതിൻ്റെ ചെറിയൊരു കാരണമുണ്ട്. നമ്മൾ കംപ്രസർ വെച്ച് നിറയ്ക്കുമ്പോഴത്തേക്കും ഈ എയർ മോളിക്യൂൾസ് തമ്മിൽ ഉരസും. എയർ മോളിക്യൂൾസ് തമ്മിൽ ഉരസി കംപ്രസ് ആകുന്നതുകൊണ്ട് അത് ഇച്ചിരി ടെമ്പറേച്ചർ കൂടി നിൽക്കും. ഇച്ചിരി ടെമ്പറേച്ചർ കൂടി നിൽക്കുന്നതുകൊണ്ട് അത് ഹൈ പ്രഷറിലുള്ള ഒരു ഗ്യാസ് ആയിട്ടായിരിക്കും കംപ്രസറിൻ്റെ ഔട്ട്പുട്ടിൽ നിൽക്കുന്നത്. ഓക്കെ, നിങ്ങൾ അവിടെ ആ കംപ്രസർ കഴിഞ്ഞിട്ടുള്ള ആരോ മാർക്ക് നോക്കിയാൽ അറിയാം, അവിടെ എഴുതിയിട്ടുണ്ട് ഹൈ പ്രഷർ ഗ്യാസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഏതാ? കണ്ടൻസറിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട്. അപ്പം നിങ്ങളുടെ ആ ഫ്രിഡ്ജിൻ്റെ പുറകിലുള്ള വല പോലെയുള്ള സംഭവത്തിൻ്റെയും ഈ കംപ്രസറിൻ്റെ ഇടയ്ക്ക് ഇതൊരു ഗ്യാസ് ഫോമിലുള്ള ഹൈ പ്രഷറിലുള്ള റെഫ്രിജറൻ്റ് ആയിട്ട് ഈ പൈപ്പിൻ്റെ ഉള്ളിൽ നിൽക്കുക. അതിനെ നേരെ ഈ കണ്ടൻസറിലേക്ക് കൊടുക്കും. അതായത് വല പോലെയുള്ള സ്ഥലത്തേക്ക് കൊടുക്കും. വല പോലെയുള്ള സ്ഥലത്തേക്ക് കൊടുത്തു കഴിയുമ്പം ഇത് അറ്റ്മോസ്ഫിയറിക് എയറിലേക്ക് ഇതിൻ്റെ ഹൈ ടെമ്പറേച്ചറിനെ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചറിൽ അല്ലേ? അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചർ. ആ റൂം ടെമ്പറേച്ചറിൽ ഈ കൂടിയൊരു ടെമ്പറേച്ചറിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഈ റെഫ്രിജറൻ്റ് ഒരു പ്രത്യേകത വെച്ച് ഇത് പെട്ടെന്ന് തന്നെ ഈ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് ലിക്വിഡ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഈ വല പോലെയുള്ളതിൻ്റെ ഏകദേശം മുകൾ ഭാഗത്തേക്ക് ഈ ഗ്യാസ് എത്തിക്കഴിയുമ്പം തന്നെ എന്താകും? അത് ലിക്വിഡ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഈ കണ്ടൻസർ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് നോക്കിയാൽ അറിയാം, അവിടെ എഴുതിയിട്ടുണ്ട് ഹൈ പ്രഷർ ലിക്വിഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തായി? കംപ്രസറിൻ്റെ ഉള്ളിൽ കംപ്രഷൻ കാരണമുള്ള ഹൈ പ്രഷറിൽ ഇരിക്കുന്ന ഗ്യാസ് ഫോമിനെ കണ്ടൻസറിൽ കൂടെയുള്ള ഹീറ്റ് ട്രാൻസ്ഫറിങ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് ലിക്വിഡ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്തു. ലിക്വിഡ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്തതിനെ നേരെ എവിടെ കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നത്? എക്സ്പാൻഷൻ വാൽവിൻ്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക.
എക്സ്പാൻഷൻ വാൽവിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പെട്ടെന്ന് തന്നെ തുറന്നു വിടുന്ന ഒരു പ്രോസസ്സാണ് എക്സ്പാൻഷൻ വാൽവിൽ നടക്കുന്നത്. ഓക്കെ, എക്സ്പാൻഷൻ വാൽവ് പലതരത്തിലുണ്ട്, അതെന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ അതിനെക്കുറിച്ച് ബോധേഡാകേണ്ട. അവിടെ തുറന്നു വിടുക എന്നുള്ള പ്രോസസ്സാണെന്ന് നിങ്ങൾ ഓർക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയ നാരോ ആയിട്ടുള്ള വരുന്ന പൈപ്പിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒരു ഡയമീറ്റർ കൂടിയ പൈപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ തുറന്നു വിടുന്ന ആ സെയിം പ്രോസസ്സ് തന്നെ വരും അല്ലേ. അപ്പോൾ എന്താണെങ്കിലും അവിടെ എന്തെങ്കിലും പ്രത്യേകതയുള്ളൊരു ഓപ്പണിംഗ് അവിടെ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പം ഹൈ പ്രഷറിൽ നിൽക്കുന്ന ലിക്വിഡ് എവിടം വരെ, എക്സ്പാൻഷൻ വാൽവ് വരെ അല്ലെങ്കിൽ ട്രോട്ട്ലിംഗ് വാൽവ് വരെ ഹൈ പ്രഷറിലുള്ള ലിക്വിഡ് ഫോമിൽ അത് വന്ന് നിൽക്കുന്നു. എങ്ങനെ ഇത് ലിക്വിഡ് ഫോമിലായ കംപ്രസറിൽ വെച്ച് ഇതിനെ ഈ ഒരു റെഫ്രിജറന്റിനെ കംപ്രസ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നു. സ്റ്റോർ ചെയ്ത സമയത്ത് കംപ്രഷറിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് വഴി ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ കൂടി നിൽക്കുന്നു. അതുകൊണ്ട് ഗ്യാസ് ഫോമിൽ ഹൈ പ്രഷറിലാണ് നിൽക്കുന്നത്. അതിനെ ലിക്വിഡ് ഫോമിലേക്ക് ആക്കാനായിട്ട് കണ്ടൻസർ കോയിലിലേക്ക് വിടുന്നു. കണ്ടൻസർ കോയിലിൽ ഇത് അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. കണ്ടൻസർ കോയിലിൽ വെച്ച് അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ട് ട്രാൻസ്ഫർ ആയി കഴിയുമ്പോൾ അത് ലിക്വിഡ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. സാധാരണ ഫ്രിഡ്ജിൻ്റെ അവിടെയൊന്നും ഈ കണ്ടൻസർ കോയിൽ സാധാരണ ചുമ്മാ അറ്റ്മോസ്ഫിയറിക് എയറിലേക്ക് വെച്ചിരിക്കുക. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ചില കൺസീൽഡ് ആയിട്ടുള്ള ഫ്രിഡ്ജുകളുണ്ട്, അവിടെ കണ്ടൻസർ കോയിൽ കാണത്തില്ല. മിക്ക ഫ്രിഡ്ജിലും കണ്ടൻസർ കോയിൽ കാണാം, പുറകെ വല പോലെ കാണാം. ഇനി ഇച്ചിരി കൂടെ കപ്പാസിറ്റി കൂടിയ ഫ്രിഡ്ജാണെങ്കിൽ അവിടെ ഒരു ഫാനും കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കും, പെട്ടെന്ന് തന്നെ ഇത് തണുക്കാനായിട്ട്. ഒരു ഓർഡിനറി ഫ്രിഡ്ജിന് ഫാനൊന്നും കാണില്ല, അല്ലാതെ തന്നെ ആയിരിക്കും. അപ്പം അത് അവിടുന്ന് തണുത്തിട്ട് എക്സ്പാൻഷൻ വാൽവിൻ്റെ അവിടെ വരെ നിൽക്കും. ഈ എക്സ്പാൻഷൻ വാൽവിൻ്റെ അവിടെ വരെ ഈ ഒരു റെഫ്രിജറൻ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷറിലായിരിക്കും ഇത് നിൽക്കുന്നത്. ഏത് ഫോമിലാണ്? ലിക്വിഡ് ഫോമിൽ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് വരിക. ഞാൻ നേരത്തെ പറഞ്ഞ ഇവാപ്പറേറ്റർ കോയിൽ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള ഭാഗമാണ് ഇവാപ്പറേറ്റർ കോയിലും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രീസറിൻ്റെ ചുറ്റുവട്ടത്തേക്ക് ഇവാപ്പറേറ്റർ കോയിലാന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിന് തൊട്ട് മുന്നെയാണ് എക്സ്പാൻഷൻ വാൽവ്. അപ്പം ഫ്രീസറിൻ്റെ അവിടം വരെ നിൽക്കുന്നത് ഹൈ പ്രഷറിലുള്ള ലിക്വിഡ് ഫോം. അപ്പോൾ അതിനെ നമ്മൾ തുറന്നു വിടാൻ പോവുക. തുറന്നു വിട്ട് കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? തുറന്നു വിട്ട് കഴിയുമ്പോഴത്തേക്ക് അത് വേപ്പർ ഫോമിലേക്ക് പോകാനായിട്ട് ശ്രമിക്കും. ഹൈ പ്രഷറിനുള്ളതിനെ തുറന്നു വിടുമ്പോൾ അത് വേപ്പർ ഫോമിലേക്ക് പോകാൻ ശ്രമിക്കും. ഒരു മിസ്റ്റായിട്ടായിരിക്കും ആദ്യം തന്നെ ഇത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഫ്രീസറിൻ്റെ ആ ഭാഗത്തേക്ക് മിസ്റ്റായിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് തന്നെ അതെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സറൗണ്ടിങ്ങിലുള്ള ടെമ്പറേച്ചറിനെ എല്ലാം അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ഫ്രിഡ്ജിൽ ഒരു ഐസാകാനായിട്ടൊരു ട്രേക്കകത്ത് വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്ന് കൂട്ടുക. വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഏകദേശം 20 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ പോകുന്ന റെഫ്രിജറൻറ്റ്, ഈ തുറന്നു വിട്ട റെഫ്രിജറൻറ്റ് ഈ ചുറ്റുവട്ടത്തുള്ള ടെമ്പറേച്ചറിനെ എല്ലാം അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഫ്രീസറിൻ്റെ ആ ഭാഗത്ത് വരുമ്പോൾ ഫ്രീസറിൻ്റെ അവിടെ ചുറ്റി ഇങ്ങനെ കോയിൽ പോകുന്നുണ്ട്, ഈ പൈപ്പ് ലൈൻ പോകുന്നുണ്ട്. ഈ പൈപ്പ് ലൈനെ ചുറ്റുവട്ടത്തുള്ള സറൗണ്ടിങ്സ് എല്ലാം ടെമ്പറേച്ചറിനെ വലിച്ചെടുക്കുക. ടെമ്പറേച്ചറിനെ വലിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഈ പച്ചവെള്ളത്തിൻ്റെ അകത്ത് ടെമ്പറേച്ചർ ഈ ഒരു റെഫ്രിജറൻറ്റ് വലിച്ചെടുക്കുക. അതായത് 20 ഡിഗ്രി സെൽഷ്യസ് ഉള്ളത് 15 ആവും, 12 ആവും, 10 ആവും, 5 ആവും. അങ്ങനെ ഇത് അബ്സോർബ് ചെയ്യുന്നതനുസരിച്ച് ആ സറൗണ്ടിങ്ങിലെ ടെമ്പറേച്ചർ വലിച്ചെടുക്കും. അതുപോലെ ഫ്രിഡ്ജിനുള്ളിലുള്ള ഫുഡ് ഐറ്റംസിൻ്റെ ടെമ്പറേച്ചറിനെ വലിച്ചെടുക്കും. വെജിറ്റബിൾ ഐറ്റംസ് ഉണ്ട്, അതിൻ്റെ ടെമ്പറേച്ചറിനെ വലിച്ചെടുക്കും. അങ്ങനെ ലോ പ്രഷറിൽ ടെമ്പറേച്ചറിനെ വലിച്ചെടുത്ത് അത്യാവശ്യം ചൂടായിട്ടുള്ള ഒരു റെഫ്രിജറൻ്റ് ആയിരിക്കും ഇതിൻ്റെ പുറത്തേക്ക് വരുന്നത്. ആ ഫിഗറിൽ നോക്കിയാൽ അറിയാം, ഇവാപ്പറേറ്റർ കോയിൽ കഴിഞ്ഞിട്ട് വരുന്ന ഭാഗം എന്താ? ലോ പ്രഷർ ഗ്യാസ് എന്ന് എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഫ്രിഡ്ജിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചറിനെ വലിച്ചെടുത്ത് പുറത്തേക്ക് വന്ന ഗ്യാസായി. അപ്പം ലിക്വിഡ് ഫോമിൽ ഹൈ പ്രഷറിലുണ്ടായിരുന്ന സാധനം ഗ്യാസ് ഫോമിലേക്കായി. ഗ്യാസ് ഫോമിലേക്ക് ആയത് എങ്ങനെയാണ്? ഈ ചുറ്റുവട്ടത്തുള്ള ടെമ്പറേച്ചറിനെ വലിച്ചെടുത്ത്. ഈ ചുറ്റുവട്ടം എന്ന് പറയുന്നത് എവിടെ? ഫ്രിഡ്ജിൻ്റെ ഉൾവശം. ഫ്രീസറാണ് ഫ്രീസറിൻ്റെ ഉൾവശം. അപ്പോൾ ആ ഫ്രീസറിൻ്റെ ഉൾവശത്തുള്ള ടെമ്പറേച്ചറിനെ വലിച്ചെടുത്ത് ഇത് പുറത്തു വന്നു. അപ്പോൾ ഇത് ഏത് ഫോമിലാണ് ഇപ്പം നിൽക്കുന്നത്? ലോ പ്രഷറിലുള്ള ഗ്യാസ് ഫോമിലാണ് ഇപ്പം നിൽക്കുന്നത്. അതിനെ വീണ്ടും എവിടെ ചെല്ലുന്നു? കംപ്രസറിൽ ചെല്ലുന്നു. ഈ കംപ്രസറിൽ വെച്ച് വീണ്ടും ഇതിനെ കംപ്രസ് ചെയ്യും. വീണ്ടും കംപ്രസ് ചെയ്യുമ്പം എന്ത് സംഭവിക്കും? ഫ്രിഡ്ജിൽ നിന്ന് വലിച്ചെടുത്ത ചൂടും അതിൻ്റെ കൂടെ കംപ്രസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ചൂടും കൂടി വീണ്ടും ഇത് ഹൈ പ്രഷറുള്ള ഗ്യാസായിട്ട് ചേഞ്ച് ചെയ്യും. ഹൈ പ്രഷറിലുള്ള ഗ്യാസായിട്ട് ചേഞ്ച് ചെയ്യും. വീണ്ടും ഈ ഹൈ പ്രഷറിലുള്ള ഗ്യാസിനെ ലിക്വിഡായിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് കണ്ടൻസർ കോയിലിലേക്ക് കൊടുക്കും. കണ്ടൻസർ കോയിലിൽ, അതായത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പുറകുവശം ആ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് അത് വീണ്ടും അതെന്ത് സംഭവിക്കും? ഇതിനെ വീണ്ടും തണുപ്പ് ഈ ഒരു ചൂടിനെ നേരെ അറ്റ്മോസ്ഫിയറിക് എയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അത് ലിക്വിഡ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്ത് വീണ്ടും എക്സ്പാൻഷൻ വാൽവിൽ വന്നിരിക്കും. എക്സ്പാൻഷൻ വാൽവ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഹൈ പ്രഷറിലുള്ള ഈ ഒരു ലിക്വിഡ് ഫോമിനെ റിലീസ് ചെയ്യും. റിലീസ് ചെയ്യുമ്പോൾ ഇത് വേപ്പർ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യും. വേപ്പർ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും സറൗണ്ടിങ്ങിലുള്ള ടെമ്പറേച്ചറിനെ ഇത് വലിച്ചെടുത്തിട്ടാണ്, അതായത് ഒരു ലിക്വിഡ് ഫോമിലുള്ളതിന് വേപ്പർ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്യാഷ്യസ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ മസ്റ്റാണ്.
അപ്പോൾ ഇത് വലിച്ചെടുക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ അല്ലെ ഫ്രീസറിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള ടെമ്പറേച്ചറിനെയാണ് വലിച്ചെടുക്കുന്നത്. അപ്പം അവിടെ നിന്ന് സംഭവിക്കും, അവിടുത്തെ ടെമ്പറേച്ചർ ലോ ആവും. ഇപ്പം നിങ്ങളുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ വലിച്ചെടുത്ത് കഴിയുമ്പോൾ നിങ്ങളെന്താവും, തണുത്ത് മരവിച്ച് പോകും അല്ലേ, അല്ലെങ്കിൽ ഒരു ശവമായി പോകും. ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലിരിക്കുന്നതിൻ്റെ ഓരോ വസ്തുവിൻ്റെയും ടെമ്പറേച്ചറിനെ വലിച്ചെടുത്തിട്ടാണ് ഇത് വേപ്പർ ഫോമിലേക്ക് മാറുന്നത്. അത് വീണ്ടും ഫ്രിഡ്ജിൻ്റെ പുറത്ത് വന്ന് കംപ്രസറിൽ വരുന്നു. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറേയേറെ പ്രാവശ്യമായി കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചറിനെ വലിച്ചെടുത്തിരിക്കും. ഇതിങ്ങനെ സൈക്ലിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കും. ഇതാണ് ഒരു ബേസിക് റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ വർക്കിംഗ്. എങ്ങനെയാണ് സറൗണ്ടിങ്ങിനെ തണുപ്പിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. ഈ സെയിം സിസ്റ്റം തന്നെ യൂസ് ചെയ്താണ് നമ്മുടെ എ സിയും വർക്ക് ചെയ്യുന്നത്. എ സിക്കകത്ത് ഇതുപോലെ തന്നെ കണ്ടൻസർ കോയിലും ഇവാപ്പറേറ്റർ കോയിലും കംപ്രസറും ത്രോട്ട്ലിംഗ് വാൽവും എല്ലാം ഉണ്ട്. അതിൻ്റെ അത് സിസ്റ്റത്തിൻ്റെ അത് വെച്ചിരിക്കുന്ന കുറച്ച് വ്യത്യാസങ്ങൾ വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എ സി നിങ്ങളിപ്പം നോക്കിയറിയാം, നിങ്ങളുടെ വീടുകളിലൊക്കെ പുതിയ എ സി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തണുക്കുന്ന ഭാഗം ഫാനും എല്ലാം കൂടെ വരുന്ന നമ്മുടെ റൂമിലേക്ക് വരുന്ന ഭാഗം ഭിത്തിയിലെ ഒരു വശത്തും അതുപോലെ തന്നെ അതിൻ്റെ അടുത്തൊരു ഭാഗം റൂമിൻ്റെ വെളിയിലും കൊണ്ടുപോയി വെച്ചിരിക്കുന്ന കാണാം അല്ലേ. അപ്പോൾ വെളിയിലിരിക്കുന്ന സ്ഥലത്ത് ഒരു വലിയ ഫാനും കാണും. അതുപോലെ തന്നെ റൂമിൻ്റെ അകത്ത് നമുക്ക് ഈ അകത്തേക്ക് പോകാനുള്ളൊരു ഫാനും എല്ലാം കൂടെ കൂടിയായിരിക്കും അല്ലേ. അപ്പോൾ ഈ റൂമിൻ്റെ വെളിയിലിരിക്കുന്ന ഭാഗമാണ് കണ്ടൻസർ കോയിൽ. ഈ ഫ്രിഡ്ജിൻ്റെ ഈ നമ്മുടെ വല പോലെയുള്ള സ്ഥലം എ സിക്കകത്ത് വരുമ്പോൾ അത് വെളിയിലിരിക്കുന്ന ആ ഒരു ഭാഗമാണ്. ഇതിപ്പോൾ എ സിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ ഭാഗത്താണ് എന്ത്, നമ്മുടെ ഈ കംപ്രസറും അതുപോലെ കണ്ടൻസർ കോയിലും കൂടെ കൂടി വരുന്നത്. അവിടെ വെച്ചാണ് റെഫ്രിജറൻറ്റിനെ കംപ്രസ് ചെയ്യുകയും ആ ചൂടിനെ അറ്റ്മോസ്ഫിയറിക് എയറിലേക്ക് കൊണ്ടുപോയി ലിക്വിഡാക്കി മാറ്റാനായിട്ടുള്ള ഫാനും എല്ലാം കൂടി ഇരിക്കുന്നത്. അവിടെ നിന്ന് പിന്നെ അകത്ത് വരുമ്പോൾ അവിടെ ട്രോട്ട്ലിംഗ് വാൽവും അകത്ത്, അതായത് റൂമിൻ്റെ ഉള്ളിൽ ട്രോട്ട്ലിംഗ് വാൽവും ഇവാപ്പറേറ്റർ കോയിലും വരുന്നു. സ്വാഭാവികമായിട്ട് ഇവാപ്പറേറ്റർ കോയിൽ നല്ല തണുത്തിരിക്കും അല്ലേ. ഈ തണുത്തിരിക്കുന്ന ഇവാപ്പറേറ്റർ കോയിലിൻ്റെ പുറകിലൊരു ഫാൻ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, തണുത്ത വായുവായിരിക്കും ഈ ഇവാപ്പറേറ്റർ കോയിലെ മുട്ടിയിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ആ തണുത്ത വായുവാണ് നമുക്ക് റൂമിൽ തണുപ്പായിട്ട് അനുഭവപ്പെടുന്നത്. അതാണ് ബേസിക് ആയിട്ടുള്ള എ സിയുടെ വർക്കിംഗ്. പിന്നെ ബേസിക് വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തെക്കുറിച്ചുള്ള അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ബേസിക് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം തന്നെയാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള ഒട്ടുമിക്ക സിസ്റ്റത്തിലും യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഫോർ ലിസണിങ് ടു ദിസ് ക്ലാസ്.